കമ്പയർഡ് ടു ദ പ്രസന്റ് എൻട്രൽ ഫീഡിംഗ് ഇൻ ദ പാസ്റ്റ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. 1 minute 30 seconds കൊണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. ടൈം അപ്പ് ആയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. വാസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. എയും സിയും എങ്ങനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് ചോദിക്കാം. നോക്കാം. എൻട്രൽ ഫീഡിംഗ് ഇൻ ദ പാസ്റ്റ്, നേരത്തെ എൻട്രൽ ഫീഡിംഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ ക്യാരിഡ് ലോവർ റിസ്ക് ഓഫ് ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ, നേരത്തെ ലോവർ റിസ്ക് ഓഫ് ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, റിസ്ക് കുറവായിരുന്നു. നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഹാസ് ഇവോൾവ്ഡ് വിത്ത് ദ ഇൻവെന്റ് ഓഫ് ന്യൂ ക്ലോസ് സിസ്റ്റം ദാറ്റ് റെഡ്യൂസ് ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ കുറയ്ക്കുന്നത്. വിച്ച് മീൻസ് നേരത്തെ ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പം നേരത്തെ കുറവായിരുന്നല്ല, ഇപ്പോഴാണ് അത് കുറഞ്ഞത്. അതുകൊണ്ട് ഇൻ ദ പാസ്റ്റ് വന്നതുകൊണ്ട് ആ ആൻസർ വരത്തില്ല. പിന്നെ പ്രസന്റ് നോ ചാൻസ് ഓഫ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ അല്ല, റെഡ്യൂസ്ഡ് ചാൻസ് ഓഫ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കുവാണ്. നോ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് സി ഓപ്ഷന് വരില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വാസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. അത് ഇവിടെ പുതിയ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ വന്നു. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കുന്നുണ്ട്. വാസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് അങ്ങനെയാണ് വരുന്നത്. പുതിയതായിട്ട് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നോക്കി അത് മൊത്തത്തിൽ ഒരു ബ്രീഫ് പാരഗ്രാഫിൽ നിന്നാണ് പറഞ്ഞത് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് എന്നുള്ള ആൻസർ വരുന്നത്. താങ്ക് യു.